ഹായ് ഓൾ, വാല്യൂ ഓറിയൻറ്റഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് അധികം ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഏരിയയാണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടു മച്ച് എക്സ്പ്ലനേഷൻ തന്നാലും പ്രശ്നമാണ്. സോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറഞ്ഞു പോവുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്ക് പോർഷനിലേക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂസ്. മാനേജ്മെൻറ്റിൽ ഒരു സർട്ടൈൻ വാല്യൂ സിസ്റ്റം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ നടക്കുക. എന്തിനാണ് അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം വെക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീങ്സിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ബൂസ്റ്റ് ചെയ്യുന്നത് ഈ വാല്യൂ സിസ്റ്റം ആയിരിക്കും. പിന്നെ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലുള്ള ട്രൂ ഗ്രേറ്റ്നെസ് മെഷർ ചെയ്യുന്നത് ടാഞ്ചിബിൾ വാല്യൂസിൻ്റെ ബേസിസിലല്ല, മറിച്ച് ആ ഇൻഡിവിജ്വല് കൊണ്ട് നടക്കുന്ന ക്യാരക്ടറിലുള്ള പ്യൂരിറ്റി, കൈൻഡ്നെസ്, സെൽഫ്ലെസ് വാല്യൂസ് എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന്. ടാഞ്ചിബിൾ വാല്യൂസ് എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനും അറിയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ, നെയിം, ഫെയിം, അതിനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗ്രേറ്റ്നെസ് അളക്കുക, മറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള പ്യൂരിറ്റി, കൈൻഡ്നെസ്, സെൽഫ്ലെസ്നെസ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന്. പിന്നെ ഒരു കമ്പാരിസൺ ആണ്, വാല്യൂസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുക. ഈസ്റ്റേണിലും വെസ്റ്റേണിലും ഫോളോ ചെയ്യുന്ന രീതികൾ. ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ, പെർട്ടിക്കുലർലി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ വാല്യൂസ് ധർമ്മയെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വാല്യൂസിനൊരു ഡിവൈൻ നേച്ചറും കൊടുത്തു വരുന്നുണ്ട്. പക്ഷെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാല്യൂസിന് അവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് ഇല്ല, മറിച്ച് ഓരോ ഇൻഡിവിജ്വലിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഇൻഡിവിജ്വല് കൊണ്ട് നടക്കുന്ന വാല്യൂസിനല്ല, ആ ഇൻഡിവിജ്വൽ, ആ ഹ്യൂമൻ ബീയിങ്ങിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇൻഡിവിജ്വലിസം, റാഷണലിസം, ഹ്യൂമൻ റൈറ്റ്സ്, റൂൾ ഓഫ് ലോ, അതിനൊക്കെയാണ് വെസ്റ്റേൺ കൾച്ചറിൽ പ്രയോറിറ്റി. ഇന്ത്യൻ കൾച്ചറിൽ വാല്യൂസിനാണെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിന് ഈ ഇൻഡിവിജ്വലിസത്തിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുത്തു വരിക. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ വേൾഡിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓട്ടോണമി. അവർക്ക് ഡെമോക്രസി, ലിബർട്ടി, ഇക്വാളിറ്റി, ഹ്യൂമൻ റൈറ്റ്സ്, അതൊക്കെയാണ് ഹൈ വാല്യൂസ്. അതിനെയൊക്കെയാണ് അവർ ഹൈ വാല്യൂസ് ആയിട്ട് കണക്കാക്കുക. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിലോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മ, ഡിവിനിറ്റി, സ്പിരിച്വാലിറ്റി ഒക്കെ ആണെങ്കിൽ, വെസ്റ്റേണിലേക്ക് തിരിയുമ്പോൾ ലിബർട്ടി, ഇക്വാളിറ്റി ഒക്കെയാണ് അവിടെ ഹൈലി ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ആയിട്ട് കണക്കാക്കുക. ഇനി ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്. ഇൻറ്റഗ്രിറ്റി എന്നാൽ അൺഡിവൈഡഡ് ക്യാരക്ടർ എന്നാണ് അർത്ഥം. ഒരു മാനേജ്മെൻറ്റിൽ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഇൻറ്റഗ്രിറ്റിയുടെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഫോളോ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിലായിരിക്കും ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവുക. സോ ആ ഇൻറ്റഗ്രിറ്റിയെ ഫോം ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെയും ബേസിക് ആയിട്ട് പറയുന്ന എലമെൻറ്റ്സ്. ഒന്നാമത്തെ ഹോൾനെസ്. അത് ടോട്ടാലിറ്റിയെയും പെർഫെക്ഷനെയും കംപ്ലീറ്റ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഇൻ ഇന്ത്യൻ എത്തോസ് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇൻ ഓൾ അവർ ഹേർട്ട് റിസൈഡ്സ് ദ വർഷിപ്പ് ഗോഡ്. എല്ലാവരുടെയും ഉള്ളിലാണ് ദൈവം ഉള്ളത്. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഡിവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുകയും എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് തെറ്റായിട്ടുള്ളതൊന്നും ചെയ്യാൻ തോന്നില്ല, മനസ്സ് അനുവദിക്കില്ല. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളും ഒരു ദൈവാംശമാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരും. അപ്പോൾ ഹോൾനെസ് എന്നൊരു ചിന്തയും വരും. യൂണിറ്റി, ഞാനും നീയുമൊക്കെ ഒന്ന് തന്നെയാണല്ലോ. രണ്ടാമത് പറയുന്നത് ഗുഡ്നെസ് ആണ്. അതിൽ ഓണസ്റ്റി, മൊറാലിറ്റി, കൈൻഡ്നെസ്, ട്രൂത്ത്ഫുൾനെസ് ഇവയൊക്കെയാണ് പെടുക. ഇതിൽ പറയുന്ന പ്രധാന കാര്യം ബി ഗുഡ്, ഡു ഗുഡ്.
അതാണ് ഗുഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു മാനേജ്മെൻറ്റിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതാണ് ബി ഗുഡ് ഡു ഗുഡ്. പിന്നെ 3 കറേജാണ്. അത് ആക്ട് ഓഫ് ബ്രേവറിയെ കാണിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുഡാണെങ്കിൽ, സത്യമുള്ളതാണെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ, എത്രത്തോളം റിസ്കി ആയിട്ടുള്ള കാര്യമാണെങ്കിലും. ഇഫ് വി ആർ ദ റൈറ്റ് പാത്ത് ദെൻ വൈ ആർ വി ഫിയർഫുൾ. അപ്പോൾ കറേജായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ അതാണ് 4ാമത്തെ എലമെൻറ്റ്. സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോളാണ് നമ്മുടെ ബോസ്, അല്ലെങ്കിൽ സോൾ ഇസ് ദ ബോസ് ഹൂ ടേക്സ് കൺട്രോൾ ഓഫ് മൈൻഡ് ആൻഡ് ഡയറക്ട്സ് ദ മൈൻഡ് ആൻഡ് സെൻസസ്. നമ്മുടെ സോളാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ സോള് തന്നെയാണ് നമുക്ക് ഡയറക്ഷൻസ് തരുന്നത്. ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ആ നമ്മുടെ ആത്മാവിനെ കേൾക്കാൻ സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാതെ പോകും. അപ്പം ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, ആ ഒരു ഡിവൈൻ വോയിസ് നമ്മൾ കേൾക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നത് എന്ന് പറയാം. സോ റൈറ്റ് പാത്തിലൂടെ പോകണമെങ്കിൽ ആ സോളിനെ കേൾക്കണം എന്നാണ് പറയുന്നത്. ഇനി ലിവിങ് ബൈ ഇന്നർ ട്രൂത്ത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയണം. നമ്മുടെ മനസ്സുമായിട്ടൊരു ഇൻ്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ലീവ് ബൈ ഇന്നർ ട്രൂത്ത് ആസ് പെർ ഇറ്റ്സ് ഡയറക്ഷൻ. എങ്കിൽ മാത്രമേ ആ സോള് പറയുന്നത് നമുക്ക് കേട്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡിവൈൻ വോയിസ് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുക. അത് കേൾക്കാൻ നമ്മൾ മനസ്സിലേക്ക് തിരിയണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ആ ഇന്നർ ട്രൂത്ത് കേട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് വർക്ക് പ്ലേസിൽ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മളെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് തെറ്റുകളൊന്നും വരാതെ ഇൻകറപ്റ്റബിളായിട്ട്, ഇൻവയലബിളായിട്ട് റിമെയിൻ ചെയ്യാൻ ഈ ഒരു പ്രക്രിയ സഹായിക്കും. ബിസിനസ് വേൾഡിൽ കറപ്ഷൻസും ഫ്രോഡുലന്റ് ഡീലിങ്സും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ കിക്ക് ബാക്സ് ഉണ്ടാവും, പിന്നെ ഷെയ്ഡി ബിഹേവിയർ ഉണ്ടാവും, ഡബിൾ ഡീലിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും അതിലൊക്കെ ചെന്ന് പെട്ടാൽ നമ്മളും കറപ്ഷൻ ഉള്ള ആളായിട്ട് മാറും. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാണ്ടിരിക്കാൻ ഈ ഇന്നർ ട്രൂത്തിൻ്റെ വോയിസ് ഫോളോ ചെയ്താൽ നമുക്ക് ഇൻകറപ്റ്റബിളായിട്ട് റിമെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുക. നമ്മുടെ മനസ്സാക്ഷിയായിരിക്കും അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ തെറ്റൊന്നും ഇല്ലാത്തവരായിരിക്കും. ഇനിയുള്ളത് ധർമ്മ. അതും ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ വളരെ കുഞ്ഞതായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട്, ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ടുള്ളൂ. ധർമ്മ ലോ ഓഫ് റൈറ്റ് ലിവിങ് ആണെന്നാണ് പറയുക. ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ബോത്ത് ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ആ വ്യക്തി ചെയ്യേണ്ടത്, അതുപോലെ ഒരു സൊസൈറ്റിയിലുള്ള മെമ്പർ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അതൊക്കെയാണ് ധർമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ധർമ്മയ്ക്ക് 3 ഡിവൈൻ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. ഒന്നാമത്തെയാണ് സ്പിരിറ്റ്. ധർമ്മ ഡയറക്റ്റ്ലി ഇവോൾവ്സ് ഫ്രം സ്പിരിറ്റ്. ഈ സ്പിരിറ്റാണ് ഒരു വ്യക്തിയെ പൂർണ്ണത്വയിൽ എത്തിക്കുന്നത്. ഇന്ത്യൻ എത്തോസ് വിശ്വസിക്കുന്നു സ്പിരിറ്റാണ് ബോസ് ആയിട്ട് നിൽക്കുന്നത്, ആ ഒരു സോളാണ് ബോസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ആ ബോസ് നമ്മളോട് ഡിക്ലെയർ ചെയ്യും, ഡു റൈറ്റ്, ഡു ഗുഡ് ആൻഡ് ബി ഗുഡ്. ഡയറക്ഷൻസ് തന്നുകൊണ്ടേയിരിക്കും ഇൻ ദ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. 2 റൈറ്റസ്നെസ്. ധർമ്മ ഡിമാൻഡ് ചെയ്യുന്നത് റൈറ്റ് ആക്ഷനെയാണ്, നോട്ട് മിയർ ആക്ഷൻ, റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ, ഡു ദ റൈറ്റ് തിങ്. അതാണ് ധർമ്മ ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ലോഫുള്ളായിട്ട് ചെയ്യും. 3ാമത്തെയാണ് ഫിയർലെസ്നെസ്. ഇൻറ്റഗ്രിറ്റി മീൻസ് കറേജ്. ധർമ്മ സ്ട്രെസ്സസ് ഫിയർലെസ്നെസ്. ധർമ്മ പറയുന്നു നമ്മൾ ഫിയർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ റൈറ്റായിട്ട് ചെയ്യുമ്പോൾ പിന്നെ പേടിക്ക് അവിടെ
ഒരു സ്ഥാനമില്ലല്ലോ, ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ദൈവം ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം റൈറ്റും ആണെങ്കിൽ വൈ ആർ വി ഫിയറിങ് ടു ഡു ദാറ്റ് തിങ്? അതാണ് അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. കറേജിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അടുത്തതാണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. Holistic and ethical approach to management can be accomplished by a paradigm shift from Western principles to an enlightened philosophy of life based on Indian principles like yoga, siddha and samadhi. ഒരു മാനേജ്മെൻറ്റിൽ ഹോളിസ്റ്റിക് ആൻഡ് എത്തിക്കൽ അപ്രോച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ പ്രിൻസിപ്പിൾസിൽ നിന്നും ഈസ്റ്റേൺ പ്രിൻസിപ്പിൾസിലേക്ക് ഒരു ഷിഫ്റ്റ് വരേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പം നിലവിൽ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ പ്രിൻസിപ്പിൾ ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഇന്ത്യൻ പ്രിൻസിപ്പിളായ യോഗ, സിദ്ധ, സമാധി പോലെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങണം എന്നാണ് പറയുക. യോഗ എന്നാൽ ദ വേ ടു ലീഡ് വൺ സെൽഫ് ടു ഹയർ സെൽഫ്. സിദ്ധ മീൻസ് appropriate knowledge which has been proved or accomplished. സമാധി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഇക്വാനിമിറ്റി ഓഫ് ദ മൈൻഡ് ഓർ ഇൻ്റലക്റ്റ്. സോ ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്താലേ ഒരു എത്തിക്കൽ അപ്രോച്ച് മാനേജ്മെൻറ്റിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. Therefore the need of the day is to provide the right kind of environment for all the levels of employees to think for themselves in regard to the values and principles. അപ്പം ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് റൈറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ് എല്ലാ എംപ്ലോയീസിനും, എല്ലാ ലെവൽസ് ഓഫ് എംപ്ലോയീസിനും കൊടുക്കുക. ഇവിടെ റൈറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നാൽ വർക്ക് എൻവയോൺമെൻറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? ടു തിങ്ക് ഫോർ ദംസെൽസ് ഇൻ റിഗാർഡ് ടു ദ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അവർക്കും ചിന്തിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണം. അവരുടെ വാല്യൂസ് എന്താ, അവർ പൊസസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള റൈറ്റ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ്, വർക്ക് എൻവയോൺമെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറയുക. ക്വാളിറ്റി, സിൻസിയറിറ്റി ആൻഡ് നോട്ട് ക്വാണ്ടിറ്റേറ്റീവ് വെറൈറ്റി ഷുഡ് ബി ദ ഗൈഡിങ് മോട്ടോ, not only for an organization but for each and every employee, whether he is a labor, superior, etc. Quality, sincerity and not quantitative variety. ഇതായിരിക്കണം ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയും ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും ഗൈഡിങ് മോട്ടോ എന്നാണ് ഇവിടെ പറയുന്നത്. വെദർ ഹീ ഈസ് എ ലേബർ, ഒരു മിഡിൽ ലെവൽ മാനേജർ, ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള വ്യക്തി, ആരും ആയിക്കോട്ടെ, അവർ ഫോളോ ചെയ്യേണ്ട മോട്ടോ എന്താണ്? ക്വാളിറ്റി, സിൻസിയറിറ്റി, പിന്നെ നോട്ട് ക്വാണ്ടിറ്റേറ്റീവ് വെറൈറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ യൂണിറ്റി ഓഫ് സെൽഫ് വിത്ത് ദ സ്പിരിറ്റ്, ദ ഹോൾനെസ് ഈസ് ദ ബേസിക് തിങ് നീഡഡ് ഫോർ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം യൂണിറ്റി ഓഫ് സെൽഫ് വിത്ത് ദ സ്പിരിറ്റ് ഉണ്ടാവണം. ആ ഒരു ഹോൾനെസ് ഉണ്ടാക്കിയെടുക്കണം, ഹോളിസ്റ്റിക് നേച്ചർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹോളിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് എസെൻഷ്യൽ ഫോർ ദ ഗുഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ സെൽഫ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെലവൻറ്റ് ഫിലോസഫി ഫോർ എനി ഓർഗനൈസേഷൻ. സോ ആ ഹോൾനെസ്, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ പറഞ്ഞ ആ ഗൈഡിങ് മോട്ടോ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ആൻ എംപ്ലോയി എൻകോമ്പസസ് എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? അല്ലെങ്കിൽ ഒരു 4 എൻറ്റിറ്റിയെ ഇവിടെ പറയുന്നുണ്ട്. എൻറ്റിറ്റി എന്നാൽ എക്സിസ്റ്റൻസ്, ബീയിങ്, അസ്തിത്വം, അതൊക്കെയാണ് അർത്ഥം. അപ്പം ഒരു മാനേജ്മെൻറ്റിലൊരു എംപ്ലോയി ഒരു മാനേജ്മെൻറ്റിൽ എങ്ങനെയായിരിക്കും, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, മെൻ്റലി എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് എൻറ്റിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇതാണ് ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് എംപ്ലോയി എൻകോമ്പസ് ചെയ്യുന്ന ഘടകങ്ങൾ. ഒന്നാമത്തേത് മെൻ്റൽ എൻറ്റിറ്റിയാണ്. അതായത് എൻറിച്ചിങ് സെൻറ്റിമെൻറ്റ്, പെർസെപ്ഷൻ, മൈൻഡ് ആൻഡ് വിൽ പവർ ബൈ ലൈഫ് ബാലൻസിങ് ടെക്നിക്സ്. ആ ഒരു വർക്ക് ലൈഫും റിയൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ടെക്നിക്സൊക്കെ സ്വായത്തമാക്കുക. അതിലൂടെ
നമുക്ക് സെൻറ്റിമെൻറ്റ്സും പെർസെപ്ഷനും ഒക്കെ എൻറിച്ച് ചെയ്യാൻ പറ്റും. മൈൻഡ് സ്ട്രോങ് ആക്കാൻ പറ്റും. വിൽ പവർ ഉണ്ടാക്കാൻ പറ്റും. അതിന് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ലൈഫ് ബാലൻസിങ് ടെക്നിക്കൊക്കെ മനസ്സിലാക്കിയിരിക്കണം. സോഷ്യൽ എൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊരു ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത് എടുക്കുക. എങ്ങനെ? അതിനും ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്സ് ഓഫ് പ്രൊഫഷണൽ ആൻഡ് വർക്കിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇൻറ്റഗ്രിറ്റി. അതിലൂടെ സ്പിരിച്വൽ എൻറ്റിറ്റിയാണ് മൂന്നാമത്. ലോങ്ങിങ് ആഫ്റ്റർ സെൽഫ് ആക്ച്വലൈസേഷൻ, സെൻസ് ഓഫ് ലൈഫ് ക്യാരിങ് ഇറ്റ് ഇൻ ടു എഫക്റ്റ് ബൈ ദ ടെക്നിക്സ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും കൂടെ വേണം. ആ ഒരു യൂണിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. പിന്നെ സ്പിരിച്വലിസം, ഗോഡ് റിസൈഡ്സ് വിത്തിൻ അസ്, അങ്ങനത്തെ ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ആ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എക്കണോമിക് എൻറ്റിറ്റി, സ്ട്രൈവിങ് ടു സാറ്റിസ്ഫൈ ദ മെറ്റീരിയൽ നീഡ്സ് ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഫാമിലി മെമ്പർ എന്ന നിലയ്ക്ക്, ഒരു കോവർക്കർ എന്ന നിലയ്ക്ക്, ഒരു വൈഡർ സൊസൈറ്റിയിലെ അംഗം എന്ന നിലയ്ക്ക് ഒരുപാട് മെറ്റീരിയൽ നീഡ്സ് ഒരു ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നാലാമത്തെ എൻറ്റിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത്, എക്കണോമിക് എൻറ്റിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം ഈ 4 എൻറ്റിറ്റിയാണ് ഒരു ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു എംപ്ലോയി എൻകോമ്പസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഏരിയ ആണ്, എനിക്കിത് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ. സോ ഇറ്റ് ഓഫേഴ്സ് എ പോസിബിൾ ആൻസർ ടു ക്രൈസിസ്. ഈ പറയുന്ന എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോസിറ്റീവ് അല്ല, പോസിബിൾ ആൻസർ ടു ക്രൈസിസ്. എന്താണ്? മേക്ക് ദ എംപ്ലോയീസ് മോർ അവെയർ ഓഫ് ദംസെൽസ് ആൻഡ് അതേഴ്സ് whereby they provide greater commitment to the organization they serve. ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നതിലൂടെ ഒരു എംപ്ലോയി അയാളെയും മറ്റുള്ളവരെയും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും, അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഓർഗനൈസേഷനോടും ആ സർവീസിനോടും ഒക്കെ ഗ്രേറ്റർ കമ്മിറ്റ്മെൻറ്റ് തോന്നുകയും ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു ഏരിയ വളരെ ട്രിക്കിയാണ്. ഇത് പലർക്കും വായിച്ചാൽ പലതായിരിക്കും തോന്നുന്നത്. അപ്പം ജസ്റ്റ് ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് റീതിങ്ക് ചെയ്യുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റാതെ വരുമായിരിക്കും ചിലർക്ക്. അപ്പം പോയിൻറ്റ്സ് വെച്ചിട്ടൊന്ന് തിങ്ക് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസ് പോസിബിൾ ഉള്ള ഒരു ഏരിയയാണ്. സോ ഏകദേശം പോയിൻറ്റ്സ് ക്ലാരിഫൈ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ ക്ലാരിഫൈ ആയിട്ടില്ലെങ്കിലും പോയിൻറ്റ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.